അടുത്ത സൈഡ് മെനു നമ്മൾ എൻക്വയറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ എന്ന് പറയുന്ന ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻക്വയറിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ആഡ് എൻക്വയറി, വ്യൂ ന്യൂ എൻക്വയറി, വ്യൂ റിവ്യൂസ്, ക്ലോസ്ഡ് എൻക്വയറി, അങ്ങനെ സബ് മെനൂസ് ഉണ്ട്. ദെൻ നമുക്ക് അവിടെ നിന്ന് ഡേറ്റ് ചൂസ് ചെയ്യാം. ഏത് ഡേറ്റ്, ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ചൂസ് ചെയ്ത് നമുക്ക് എൻക്വയറീസ് ലിസ്റ്റ് കാണാൻ പറ്റും. ഇനി അതല്ല നമ്മൾ സർവീസ് ഐറ്റമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ സർവീസ് ഐറ്റത്തിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ആണ് നമ്മൾ നോക്കുന്നത്. പെൻഷൻ മസ്റ്ററിങ്, ഓക്കെ, പെൻഷൻ ആപ്ലി സേവ അതിലല്ല, നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ഇവിടെ 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 ഓക്കെ 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 പി ഓക്കെ. നമ്മൾ പെൻഷൻ മസ്റ്ററിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ എൻക്വയറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ലിസ്റ്റ് വന്നു. ഇനി നമ്മളത് ഒരൈറ്റം ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ എൻക്വയറീസും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. ഇനി ആഡ് എൻക്വയറി നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റമർ ഐ ഡി നിർബന്ധമല്ല, എന്നാലും നമ്മൾ കസ്റ്റമർ ഐ ഡി ഏതെങ്കിലും ചൂസ് ചെയ്യുവാണെങ്കിൽ സെയിം നമ്മുടെ കസ്റ്റമർ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലർ കസ്റ്റമറെ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ നെയിം കൊടുത്ത് അവിടുന്ന് കസ്റ്റമറെ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിഷ എന്ന് കൊടുത്തപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ലിസ്റ്റ് വന്നു. അവിടെ നമ്മൾ കസ്റ്റമറെ ചൂസ് ചെയ്തു. നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അത് എപ്പോഴും നമുക്ക് 20 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ സർവീസ് ഐറ്റം ചൂസ് ചെയ്യണം. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് മാരേജ് കറക്ഷനാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് കറക്ഷനാണ് എൻക്വയറി ആയിട്ട് ചൂസ് ചെയ്യുന്ന ഐറ്റം. ദെൻ അവിടുന്ന് നമ്മൾ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് നീഡഡ് ടു കറക്റ്റ് ദിസ് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ കൊടുത്തു. നമ്മുടെ ഡിസ്ക്രിപ്ഷനായി. ദെൻ സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻക്വയറി അവിടെ എൻ്റർ ആയിട്ടുണ്ട്. ദെൻ അവിടുന്ന് നമ്മൾ വ്യൂ എൻക്വയറി ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻക്വയറിയും കൂടെ, നമ്മുടെ കറണ്ട് എൻക്വയറിയും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വ്യൂ ന്യൂ എൻക്വയറി എടുക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേറ്റിലെ എൻക്വയറി വന്നു. ദെൻ വ്യൂ റിവ്യൂസ് നോക്കുമ്പോൾ എൻക്വയറി റിവ്യൂ ചെയ്തത് ലിസ്റ്റ് ചെയ്തു. ക്ലോസ്ഡ് എൻക്വയറി ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്ത എൻക്വയറീസ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. വ്യൂ എൻക്വയറിയിൽ എപ്പോഴും ന്യൂ എൻക്വയറി അല്ലെങ്കിൽ വ്യൂ എൻക്വയറിയിൽ നമ്മളെപ്പോഴും റിവ്യൂ ആഡ് ചെയ്യാത്തതായിരിക്കും വന്നിട്ടുണ്ടാവുക. ദെൻ വ്യൂ എൻക്വയറിനും ന്യൂ എൻക്വയറിനുമാണ് നമ്മൾ റിവ്യൂസും ക്ലോസും ചെയ്യാൻ പറ്റുക.